അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഒരു എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എന്താണ് ഈ എമർജൻസി ഫണ്ട് എന്ന് നോക്കാം. ഈ പേരിലുള്ള പോലെ തന്നെ ഒരു എമർജൻസിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ സമയത്ത് നമ്മൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫണ്ടാണ് ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഈ എത്രയാണ് നിങ്ങളുടെ എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ നിങ്ങളുടെ ചിലവുകൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തെ ചിലവ് എത്രയാണ് നിങ്ങൾക്ക് ഒരു ആവറേജ് കണക്കാക്കിയിട്ട് അതേ × 6 ആ ഒരു എമൗണ്ടാണ്, അത്രയും എമൗണ്ടാണ് നിങ്ങൾ ഈ എമർജൻസി ഫണ്ടായിട്ട് സേവ് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മാസത്തെ ചിലവ് എന്ന് പറയുന്നത് 10,000 രൂപയാണെങ്കിൽ 10,000 × 6 60,000 രൂപ. 60,000 രൂപയാണ് നിങ്ങൾ എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെക്കേണ്ടത്. ഈ ഫണ്ട് വേറെ ഒരു ആവശ്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അഥവാ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് യൂസ് ചെയ്താലും വീണ്ടും അതൊന്ന് ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 60,000 രൂപ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. കാരണം നമുക്ക് എപ്പോഴാണ് ഈ ഫണ്ട് ആവശ്യം വരിക എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. സോ അത് എപ്പോഴും ആ ഒരു എമൗണ്ട് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഹെൽത്ത് ഇൻഷുറൻസും എമർജൻസി ഫണ്ടും രണ്ടും സെയിം ആണോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ആൾക്ക് ഈ എമർജൻസി ഫണ്ട് വേണോ എന്നൊക്കെ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിൽ ചിലവർക്കെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ചോദ്യത്തിലുള്ള മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്ത് ഇൻഷുറൻസും എമർജൻസി ഫണ്ടും രണ്ടും വെവ്വേറെ തന്നെയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ക്ലെയിം ഉണ്ടായാൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അടച്ചു പോകുന്ന ഒരു പൈസയാണ്, നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ മാത്രമേ ഈ എമൗണ്ട് കിട്ടുള്ളൂ. പിന്നെ കമ്പനിക്കാർ ആ ചെലവ് മാത്രമേ എടുക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി, അതിനുശേഷം നമ്മൾക്ക് ജീവിക്കണമല്ലോ, ചിലപ്പോൾ നിങ്ങൾ അതിനുശേഷം കുറച്ച് മാസത്തേക്ക് റെസ്റ്റ് വേണ്ട സമയമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ജീവിത ചെലവൊക്കെ ഉണ്ടാവുമല്ലോ, അത് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസും എമർജൻസി ഫണ്ടും രണ്ടും വെവ്വേറെയാണ്. ഇത് രണ്ടും മസ്റ്റാണ്. എന്തൊരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്ന മുമ്പും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം വേറെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയാൽ മതി. അഥവാ ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ പൈസ എവിടെ സേവ് ചെയ്ത് വെക്കുന്നത്. ആദ്യം തന്നെ പറയാം, പൈസയായിട്ട് ഒരിക്കലും നമ്മൾ ഈ എമർജൻസി ഫണ്ട് കാണരുത്. കാരണം പൈസ ആവുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഇത് സൂക്ഷിക്കാൻ ഒരു സ്ഥലം വേണം, അത് റിസ്ക് ആണ്. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 3, 4, 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ എമർജൻസി ഫണ്ട് ഒരു ആവശ്യം നിങ്ങൾക്ക് വരിക. അപ്പോഴേക്കും ഈ ഇൻഫ്ലേഷൻ കാരണം കയ്യിൽ വെച്ചിരിക്കുന്ന പൈസന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ലിക്വിഡായിട്ട് പൈസ കയ്യിൽ വെക്കരുത് ഈ എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട്. പിന്നെ എവിടെ ഇൻവെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ ഇട്ട് വെക്കാവുന്നതാണ്. പക്ഷെ അതിപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പിൻവലിക്കാനുള്ള ഒരു ത്വര കൂടുതലായിരിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു സേഫ് ആയിട്ട് വേറൊരു ബാങ്ക് അക്കൗണ്ടിൽ ഇടുക, അല്ലെങ്കിൽ അത് എടുക്കാണ്ടിരിക്കുക, കൺട്രോൾ ചെയ്ത് പിടിക്കുക. അത്രേനേ ഉള്ളൂ വഴി. സേവിങ്സ് അക്കൗണ്ട് അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് ഒരു കാറ്റഗറി ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ, അവിടെ നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് റിസ്ക് കുറവാണ്. ഏകദേശം 6 to 8% അടുത്ത് നമുക്ക് ഇൻട്രസ്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്, എന്നാൽ പിന്നെ FDയിൽ ഇട്ടാൽ പോരെ എന്നുള്ളത്. FD ഇടുന്ന സമയത്ത് നമുക്ക് ലോക്ക്-ഇൻ പീരീഡ് ഉണ്ടാവും. ആ ലോക്ക്-ഇൻ പീരീഡിന്റെ സമയത്താണ് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പൈസ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പെനാൽറ്റി പോലെ, അല്ലെങ്കിൽ അവർ കുറച്ചൊരു എമൗണ്ട് പിടിച്ചിട്ട് നമുക്ക് ആ പൈസ തിരിച്ചു തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് FDയിലേക്ക് പോകാണ്ടിരിക്കുന്നതല്ല. മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾക്കൊരു 7 days ലോക്ക്-ഇൻ പീരീഡേ ഉള്ളൂ. ആ സമയം കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പൈസ നമുക്ക് എടുക്കാവുന്നതാണ്. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനികൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ ഒക്കെ കടം കൊടുക്കുന്ന സംഭവമാണ് ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് വളരെ ഷോർട്ട് ടേമേക്കുള്ള ലോൺ പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് റിസ്ക് ഭയങ്കര കുറവാണ്. പിന്നെ ഗവൺമെന്റ് ഒക്കെ ആയതുകൊണ്ട് എന്തായാലും തിരിച്ചടയ്ക്കും. അതുകൊണ്ട് തന്നെ ഇത് റിസ്ക് കുറഞ്ഞൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഇവിടെ ഒരു കാര്യം എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ FDയിൽ ഇട്ട പോലെ നമുക്ക് 6 to 8% ഇൻട്രസ്റ്റ് തന്നെ കിട്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ സേവിങ്സ് അക്കൗണ്ടിനെക്കാട്ടിയും കുറച്ചുകൂടി ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ഇനി സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് ആണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ലിക്വിഡ് ബീസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രോക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഈ ലിക്വിഡ് ബീസ് എന്ന് പറയുന്നത് ഒരു ETF ആണ്. ഇനി ETF എന്താണ്, മ്യൂച്വൽ ഫണ്ട് എന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ലിക്വിഡ് ബീസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ETF ആണ്. ഇതിലേക്ക് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇതും ഭയങ്കര റിസ്ക് കുറവുള്ള അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉള്ള ഒരു ETF ആണ്. നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറിൽ പോയിട്ട് ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും 1000 രൂപ കാണിച്ചുകൊണ്ടിരിക്കുക. ഗ്രാഫ് നോക്കുന്ന സമയത്ത് നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടാവും, പിന്നെ കുറേ മേലെ പോയി താഴെ വന്ന് കറക്റ്റായിട്ട് ആ ലൈനിൽ ടച്ച് ചെയ്ത് പോകണമെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് ബീസ് എന്ന് പറയുന്നത് 1000 rupees എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് പറയാൻ വേണ്ടി ഞാൻ ഈ കാര്യം പറഞ്ഞത്.
ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ എപ്പോഴും സെയിം ആയിരിക്കും. പിന്നെ എങ്ങനെ ഇതിൻ്റെ വാല്യൂ കൂടുകയാണെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് അല്ല കൂടുക, ഇതിൻ്റെ ക്വാണ്ടിറ്റിയാണ് കൂടുക. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു 10 ലിക്വിഡ് ബീസാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് 1 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 2 ക്വാണ്ടിറ്റി ഒക്കെ ഇതിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കൂടുക എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇതിൽ പൈസ കൂടൽ എന്നൊരു പരിപാടിയില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഈ വീഡിയോ ഷോർട്ടാക്കി വെച്ചാണ്. എമർജൻസി ഫണ്ട് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഫെർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.